ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഈ പാർട്ടിൽ മുടി വരയ്ക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഫേസും ഷെയ്ഡ് ചെയ്യുന്നുണ്ട്. അപ്പം അടുത്തൊരു പാർട്ട് ഉണ്ടാക്കി നമ്മൾ ഈ ഡ്രോയിങ് കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഈ പാർട്ട് സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കണ്ടിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എന്തൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് വഴി ചോദിക്കുക, ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ ഔട്ട്ലൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഔട്ട്ലൈൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ഒരു ഔട്ട്ലൈൻ നോക്കിയിട്ട് ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പം അത് കണ്ടു കഴിയുമ്പം നിങ്ങൾക്ക് ഈസി ആയിട്ട് വരച്ചെടുക്കാവുന്നേ ഉള്ളൂ. അപ്പം ഇനിയുള്ള വീഡിയോസിൽ നമ്മൾ ആ ഒരു മെത്തേഡ് ഉപയോഗിച്ച് തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്ത് പോവുക. അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പം കഴിഞ്ഞ ഔട്ട്ലൈൻ പാർട്ട് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു കാര്യം ഓർമ്മ വരണം. അപ്പം എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു പാർട്ട് എടുത്ത് നോക്കിയാൽ മതി. നമ്മളെല്ലാം സെയിം ആയിട്ട് തന്നെയാണ് പറഞ്ഞു പോകുന്നത് അല്ലെങ്കിൽ വരച്ച് പോകുന്നത്. അപ്പം ക്രോസ് ആയിട്ട് ലൈൻസ് വരയ്ക്കുന്നത്, അതുപോലെ അത് നോക്കിയിട്ട് നമ്മളെങ്ങനെ ഔട്ട്ലൈൻ ചെയ്യാമെന്നുള്ള കാര്യവും, അതുപോലെ നമ്മൾ ആ കോളം കറക്റ്റായിട്ട് എണ്ണി എടുക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങളുടെ ഡൗട്ടൊക്കെ തീരാൻ വേണ്ടിയിട്ടാണ് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ആ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഇനി എന്തെങ്കിലും ഡൗട്ട് വന്നാൽ നിങ്ങൾ ആ ഒരു പാർട്ട് എടുത്ത് നോക്കിയാൽ മതി. ഈ ഒരു വീഡിയോയും കുറച്ചൊന്ന് ലോങ് ആണ്. നമ്മൾ ഒരുപാടൊന്നും സ്പീഡിൽ കാണിക്കുന്നില്ല, അതുകൊണ്ടാണ് കുറച്ച് ലോങ് ആയി പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സ്പീഡിൽ കാണിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കില്ലല്ലോ. അതുകൊണ്ട് ഒരു നോർമൽ സ്പീഡിൽ നമ്മൾ കാണിക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് വീഡിയോ കുറച്ച് ലോങ് ആകുന്നത്. അപ്പം ഈ പറഞ്ഞ പോലെ നിങ്ങൾ കറക്റ്റായിട്ട് നോക്കിയിട്ട് ചെയ്യുക. അപ്പോൾ ഷെയ്ഡിങ് നമ്മൾ എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യാനുള്ള വീഡിയോ ഒക്കെ നമ്മൾ ഈ ചാനലിൽ തന്നെ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ട് അതുപോലെ കുറച്ച് നാളത്തേക്ക് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് നിങ്ങൾ പിന്നീട് ഫേസൊക്കെ വരച്ച് ഷെയ്ഡ് ചെയ്യാനായിട്ട് പഠിക്കുക. ഈ ഒരു ഫേസിൽ നമ്മൾ ഷെയ്ഡ് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് നമുക്ക് എവിടെയൊക്കെയാണ് കുറച്ച് ഡാർക്ക് ഷെയ്ഡ് വരുന്ന ഭാഗങ്ങൾ, അപ്പോൾ ആ ഒരു ഭാഗങ്ങളൊക്കെ ഞാൻ ഇവിടെ ആദ്യം തന്നെ ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഫോട്ടോയുടെ സൈഡ് വെച്ച് നോക്കുകയാണെങ്കിൽ വലത് സൈഡ് കൊണ്ട്, അതായത് നമ്മൾ മൂക്കിൻ്റെ ആ ഒരു അങ്ങേ സൈഡ് കൊണ്ടാണ് കൂടുതലായിട്ടും ഷെയ്ഡിങ് വെച്ച് ഒന്ന് കട്ടിക്ക് വരുന്നത്, അതായത് വലത് സൈഡ് കൊണ്ട്. അപ്പം ആ ഒരു കണ്ണിൻ്റെ തൊട്ട് താഴെ വരുന്ന ഭാഗം, അതുപോലെ മൂക്കിൻ്റെ ആ സൈഡിലേക്ക് വരുന്ന ഭാഗങ്ങളൊക്കെ നല്ല രീതിയിൽ നമുക്ക് ഡാർക്ക് ഷെയ്ഡ് അവിടെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഒരുപാടില്ല, എന്നാലും അത്യാവശ്യം ഡാർക്ക് ഷെയ്ഡ് വരുന്ന ഭാഗം ആ ഒരു ഭാഗങ്ങളൊക്കെ തന്നെയാണ്. നമ്മൾ ഡ്രോയിങ് പഠിച്ച് തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് വരുന്ന ഭാഗം, അല്ലെങ്കിൽ നമുക്കൊന്ന് സെറ്റായി വരാൻ കുറച്ച് താമസമുള്ളൊരു ഭാഗം തന്നെയാണ് ഷെയ്ഡിങ്. ആദ്യം ഒരു ബുദ്ധിമുട്ടായിട്ട് നമുക്ക് തോന്നുമെങ്കിലും നമ്മൾ കുറച്ച് വരച്ച് കഴിയുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ കുറച്ച് ഡ്രോയിങ് നമ്മൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ആ ഒരു കാര്യത്തിൽ നമുക്ക് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പം തുടക്കത്തിൽ ഏതാണെങ്കിലും നമുക്ക് ബുദ്ധിമുട്ടാണ്. ഡ്രോയിങ് പഠിച്ച് തുടങ്ങുന്ന സമയത്ത് ഏത് കാര്യം നമ്മൾ വരയ്ക്കുവാണെങ്കിലും നമുക്കത് ബുദ്ധിമുട്ടായിട്ട് തന്നെ തോന്നും. പിന്നെ നമ്മൾ വരച്ച് വരുന്നതനുസരിച്ചാണ് നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മൾ ഇമ്പ്രൂവ് ചെയ്ത് വരിക. അതിപ്പം ഫേസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഷെയ്ഡിങ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്താ പറയുക മുടി വരയ്ക്കുന്ന കാര്യം ആയിക്കോട്ടെ, ഏത് കാര്യമാണെങ്കിലും നമ്മൾ അതിൻ്റെ അകത്ത് ഇമ്പ്രൂവ് ചെയ്ത് വരണമെങ്കിൽ നമുക്ക് പ്രാക്ടീസ് കൊണ്ട് മാത്രം നമുക്ക് ആ കാര്യം കൊണ്ടുവരാനായിട്ട് സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഓരോടൊക്കെ നിങ്ങളോട് പറഞ്ഞ കാര്യം, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ, നിങ്ങൾക്ക് ഡ്രോയിങ് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഓരോ ദിവസവും കുറച്ച് സമയം മാറ്റി വെച്ച് ആ ഒരു സമയത്ത് തീർച്ചയായും നിങ്ങൾ വരച്ച് പഠിക്കുക, അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യാൻ പറയാറുണ്ട്. അപ്പോൾ എത്ര പേര് അത് കേട്ടിട്ട് അതുപോലെ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് അതിനോട് ഇഷ്ടമുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അതിനോട് സമയം കണ്ടെത്താനും വരയ്ക്കാനും പറ്റും. അപ്പം തീർച്ചയായും നിങ്ങൾക്ക് വരച്ചൊന്ന് ഇതായി വരണമെങ്കിൽ, അല്ലെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് വരയ്ക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ കുറച്ച് സമയമൊക്കെ മാറ്റി വെച്ച് വരയ്ക്കാനായിട്ട് ശ്രമിക്കുക.
പിന്നെ നമ്മൾ ചില ഡ്രോയിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഫോട്ടോസ് ആ ഒരു ഫോട്ടോയിൽ ഫേസിലൊക്കെ നല്ല രീതിയിൽ ഡാർക്ക് ഷെയ്ഡ് ഉണ്ടാവും. അപ്പോൾ നമ്മളത് കണ്ടിട്ട് അതേപോലെ തന്നെ ഒരുപാട് ഡാർക്ക് ഷെയ്ഡ് നമ്മൾ വരയ്ക്കുന്ന ഡ്രോയിങ്ങിലും അപ്ലൈ ചെയ്യും. അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് കൊണ്ടുള്ള ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫോട്ടോ വരയ്ക്കുന്ന ആ ഫോട്ടോ കറുത്ത് പോകുന്നതായിട്ടൊക്കെ നമുക്ക് തോന്നും. നമ്മളൊരു ഫോട്ടോ എടുക്കുന്ന സമയത്ത് അതിൽ ഡാർക്ക് ഷെയ്ഡ് ഒരുപാടുണ്ടെങ്കിലും അതിൽ നിന്ന് കുറച്ചൊന്ന് ലൈറ്റായിട്ട് നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ ഒരുപാട് ഡാർക്ക് ഷെയ്ഡ് നമ്മൾ വാരി അപ്ലൈ ചെയ്യാൻ നിൽക്കണ്ട. അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഒരുപാട് ഡാർക്ക് ഷെയ്ഡ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ ഒരു ഫോട്ടോയും നമ്മൾ വരച്ച ആ ഡ്രോയിങ് നമ്മൾ ഒരുപാട് വ്യത്യാസങ്ങൾ തോന്നും. അപ്പോൾ അങ്ങനെ തോന്നിക്കഴിയുമ്പോൾ നമുക്ക് ആ ഡാർക്ക് ഷെയ്ഡ് ഒരിക്കലും കുറയ്ക്കാനായിട്ട് സാധിക്കില്ല. ഷെയ്ഡിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്ത് പോകുന്ന ആ ലെയർ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ കുഴപ്പമില്ല. നമ്മൾ അതിൽ നിന്ന് കുറച്ചൊന്ന് ഡൗൺ ആക്കി എടുക്കണമെങ്കിൽ അത് കുറച്ചൊന്ന് ലൈറ്റ് ആക്കി എടുക്കണമെങ്കിൽ പിന്നീട് നമുക്കത് ബുദ്ധിമുട്ടായിട്ട് മാറും. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ തവണയും ഷെയ്ഡ് ചെയ്യുന്ന സമയത്ത് ഓരോ ലെയറായിട്ട് തന്നെ ലൈറ്റായിട്ട് ചെയ്ത് വേണം പോകാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ആദ്യം തന്നെ ഒരുപാട് ഡാർക്ക് ഷെയ്ഡ് അപ്ലൈ ചെയ്യില്ലെന്ന് പറയുന്ന കാര്യം അതാണ്. പിന്നെ ഇതുപോലുള്ള ഡ്രോയിങ് ടൂൾസ് ഉപയോഗിച്ച് അല്ലെങ്കിൽ ബ്ലെൻഡിങ് ടൂൾസ് ഉപയോഗിച്ച് നമ്മൾ ആ ഒരു ഷെയ്ഡിങ് കുറേയൊക്കെ അവിടെ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. നമ്മൾ ഫുള്ളായിട്ട് പെൻസിൽ ഉപയോഗിച്ച് തന്നെ ഷെയ്ഡ് ചെയ്യാണ്ട് കുറച്ച് പെൻസിൽ ഉപയോഗിച്ച് ഷെയ്ഡ് ചെയ്തിട്ട് കുറച്ച് ബ്ലെൻഡ് ചെയ്യുക. എന്നിട്ട് വീണ്ടും ആ ഷെയ്ഡിങ് അവിടെ പോരാ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ വീണ്ടും പെൻസിൽ ഉപയോഗിക്കുക, എന്നിട്ട് ബ്ലെൻഡ് ചെയ്യുക. അങ്ങനെ ആ രീതിയിൽ നിങ്ങൾ പോയാൽ മതി.
അപ്പോൾ നമ്മൾ ഈ ഒരു പാർട്ട് ഇവിടെ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാണ്ട് പോവുകയാണ്. അപ്പോൾ അടുത്ത പാർട്ട് കൊണ്ട് നമുക്ക് ഈ ഡ്രോയിങ് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങളിത് കണ്ടിട്ട് തീർച്ചയായും നിങ്ങൾ വരച്ച് നോക്കുക കേട്ടോ.